കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെ. പിന്നെ യേശു പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റുമിരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെയാകുന്നു. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. എത്ര അതിശയകരമായൊരു വചനമാണ്. സുവിശേഷ വേലക്കാർക്ക് നമുക്ക് ആശ്വാസകരമായൊരു വചനമാണ്. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയമെന്ന നിലം എങ്ങനെയാണ് നല്ലതാകുന്നതെന്ന് 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ അതിൻ്റെ 8-ാം വാക്യം ഇതാണ്: വചനം നല്ല മണ്ണിൽ വീണിട്ട്, അല്ലെങ്കിൽ വിത്ത് നല്ല മണ്ണിൽ വീണിട്ട് അത് മുളച്ചു വളർന്നു ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. അപ്പോൾ ചിലതിനെ സാത്താൻ കൊണ്ടുപോയി, ചിലതിനെ പാറ തടുത്തു, ചിലതിനെ മുള്ളു ഞെരുക്കി കളഞ്ഞു. നല്ല മണ്ണിൽ വീണത് മുളച്ചു വളർന്നു ഫലം കൊടുത്തു. അപ്പോൾ മുളയ്ക്കാൻ സമ്മതിക്കാഞ്ഞൊരു സാത്താൻ ഇപ്പം നമ്മൾ വായിച്ച ഉപമയിൽ എന്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയില്ല? ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളിലൂടെയും കടന്നുപോയ ചില മനുഷ്യരെ നമ്മൾ പോലും അറിയത്തില്ല അവരുടെ ഉള്ളിൽ എന്തെല്ലാം ആത്മസംഘർഷങ്ങൾ നടക്കുന്നെന്ന്. ചിലപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടോ റോഡിൽ വെച്ചിട്ടോ ഒരുപക്ഷെ ഒരു ചർച്ചിൽ വെച്ചിട്ടോ നിങ്ങളെ കാണിച്ചു തന്നിട്ട് പറയും, അവനോട് പോയി സുവിശേഷം പറയാൻ പറയും. എന്തിനാണെന്നറിയാവോ? കർത്താവ് അവൻ്റെ നില ഒരുക്കിയിട്ടിരിക്കുക, നീ ഒന്ന് പോയി വിതയ്ക്കണം. ഇത്രയേ ഉള്ളൂ നിൻ്റെ പണി. പിന്നെ നീ പോലും അറിയില്ല. നീ വീട്ടിൽ വന്ന് പഴയ പോലെ പ്രാർത്ഥിക്കുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, രാവും പകലും ഉറങ്ങി എഴുന്നേറ്റ് വിരിക്കെ അവിടെ അത് മുളയ്ക്കും, ഞാറ് വരും, അപ്പോഴാണ് നീ കാണുന്നത്. പിന്നെ കതിര് വരും, പിന്നെ കതിര് നിറഞ്ഞ മണിയും വരും. ഹല്ലേലൂയ. പൗലോസ് ദമാസ്കസിലേക്ക് പോകുമ്പോൾ കർത്താവിനെ തൊട്ട് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് അനനീയാസിനോട് പറഞ്ഞു, നീ അവനോട് പോയി കാര്യങ്ങൾ പറയുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, കുടുംബത്തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, രോഗബാധിതരായ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് രോഗം വന്നിട്ട് മാനസികമായി തളർന്നിരിക്കുന്നവർ, അവർ ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട്. ഇതുവരെ അറിയാത്തൊരു കാര്യം: ഞങ്ങൾക്കൊരു ശത്രുവുണ്ട്. ഇത്രയും നാൾ ഞാൻ ശത്രുവല്ല മിത്രമാണെന്ന് വെളിച്ചദൂതൻ്റെ വേഷത്തിൽ പതുങ്ങിയിരുന്ന സാത്താൻ, മൊത്തത്തിൽ ഈ ലോകത്തിൽ എടുത്തു നോക്കിയാൽ സാത്താൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കാത്ത കുറേ ആൾക്കാരുണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ. ക്രിസ്ത്യാനികളിലെ ഒരു ഗ്രൂപ്പ് സാത്താൻ ഉണ്ടെന്ന് പോലും വിശ്വസിക്കുന്നില്ലെന്ന്. എത്ര അതിശയകരമാണത്! ബൈബിൾ എഴുതിയിരിക്കെ അവൻ ഏദൻ തോട്ടത്തിൽ തുടങ്ങി ഇന്ന് വരെ വെളിപ്പാട് പുസ്തകത്തിൽ വരെ അവനെക്കുറിച്ച് എഴുതിയിരിക്കെ നമുക്ക് ദ്രോഹം ചെയ്യുന്ന, നമ്മളെ കവരുന്ന, നമ്മളെ കൊല്ലുന്ന ദുഷ്ടശത്രുവിനെ തിരിച്ചറിയാത്തത് എത്ര മണ്ടത്തരമാണ്! കഷ്ടങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്: അവൻ്റെ ശത്രുവിനെ തിരിച്ചറിയും. അതവൻ്റെ അയൽക്കാരനല്ല, അവൻ്റെ കുടുംബക്കാരല്ല, ചേട്ടനല്ല, അനിയനല്ല, അവൻ്റെ മേലുദ്യോഗസ്ഥനല്ല, സഹപ്രവർത്തകനല്ല, മറഞ്ഞിരിക്കുന്ന ദുരാത്മാവ്. അതോടുകൂടി ഈ പറവയുടെ കാര്യം തീരുകയാണ്. ഇവനെക്കുറിച്ച് അവെയറായാൽ മതി, പിന്നെ ഈ വിത്തൊന്നും കൊത്തിയെടുക്കാനവൻ വരില്ല. ഹല്ലേലൂയ. പിന്നെയോ, പിന്നെ അടുത്ത നമ്മളുടെ പ്രതികൂലം എന്താണ്? ഹൃദയത്തിലെ പാറസ്ഥലമാണ്. അത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ദൈവം നമ്മളെ നടത്തുമ്പോൾ നമ്മൾ വചനത്തിന് വേണ്ടി ധ്യാനിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥനയിൽ ജാഗരൂകരാകുകയും ചെയ്യുന്നതോടുകൂടി ഈ വചനം നമ്മളിൽ വേര് പിടിക്കും. നല്ല നിലമായി മുള്ളുകൾ വെട്ടിമാറ്റി. അങ്ങനെ നല്ല നിലമായപ്പോൾ കറക്റ്റ് സമയത്ത് വേണ്ട വചനം വന്നു. അത് ഒരാളോട് നിങ്ങൾ വചനം പറയുമ്പോൾ ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു സമൂഹത്തെ കൂടെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓർത്ത് നോക്കി, ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളിലും വില്ലേജിലും അഭിഷിക്തന്മാരും സഭയും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? സാത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നെ ദുഷ്ടന്മാർ ദേശത്ത് കൂടെ ചരിക്കുമോ? നന്മ കൊത്തിയെടുക്കാൻ ആകാശത്തിലെ പറവ വരുമോ? ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ. സുവിശേഷ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, ദൈവശബ്ദം കേട്ട് ദൈവഹിതപ്രകാരം വേല ചെയ്യുവാൻ,
അനേക വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളൊരു അനുഗ്രഹമാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.